നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്ക്. അതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാ. ഇത് നോക്കി, ഇത് അച്ഛൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. അർച്ചനെ, ഇത് മോൾ അവളുടെ കഴുത്തിലിട്ട് കൊടുക്കും. ആഹാ, ഇത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. ഇനി ആര് ദക്ഷിണ വാങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചടങ്ങിന് മുമ്പ് രണ്ടുപേരും അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാ മതി. ഇത് പുതിയ നെക്ലസ് ആണോ? കൊള്ളാലോ. അച്ഛന്റെ സമ്മാനം. അത് നന്നായി. അച്ഛാ, നന്ദേട്ടനും സന്ദീപും കൂടി പുറത്തേക്ക് പോവാൻ തുടങ്ങുക. പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവരോട് ഞാൻ സംസാരിക്കാം. ഇത് ഏട്ടത്തി സച്ചേട്ടനും കൂടെ വാങ്ങിച്ചു കൊടുത്ത സാരിയല്ലേ? നന്നായിട്ടുണ്ടല്ലേ? അനഘേ, നീ ഇവളുടെ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ എടുത്തേ, നമുക്ക് ഇവളെ ഒരുക്കാം. നന്ദാ, നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഉറപ്പാണോ? നന്ദേട്ടന്റെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. അച്ഛന്റെ ആഗ്രഹത്തിന് തടസ്സം നീക്കാൻ വയ്യാത്തോണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടുന്ന് പോകുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്റെ ആഗ്രഹത്തിന്റെ കൂടെ നിന്നൂടെ? നിങ്ങൾ പിണങ്ങിപ്പോയാ അത് എന്റെ മോൾക്ക് വിഷമാവും. ഞങ്ങളും അച്ഛന്റെ മക്കളാണ്. അവളുടെ സങ്കടം മാത്രം കേൾക്കുന്നതിനിടയിൽ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാ. അച്ഛാ, ഞങ്ങൾക്ക് ഓഫീസിൽ ജോലിയുണ്ട്. ഞാൻ കാണാത്ത ഓഫീസിലാണോ നീ ഇരിക്കുന്നത്? അച്ഛാ, നന്ദേട്ടൻ പറഞ്ഞല്ലോ, അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങൾക്കതിൽ ഒരു തടസ്സവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിനും ഞങ്ങളില്ല. മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല. ഇത് പകരത്തിന്റെ പ്രശ്നമൊന്നുമല്ല അച്ഛാ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കത്തില്ല. അതിനേക്കാൾ നല്ലത് ഞങ്ങൾ പോകുന്നതാ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അല്ല, അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നടത്താൻ കാത്തിരുന്നവരാ നമ്മളെല്ലാവരും. ആ സമയത്ത് അവൾ നമ്മളെ ധിക്കരിച്ചു പോയി. അന്ന് അവൾക്ക് ഞങ്ങൾ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ അവളുടെ ജീവിതത്തിലെ ദോഷം മാറാൻ അച്ഛൻ വീണ്ടും ആ ചടങ്ങ് നടത്തുന്നു. ഞങ്ങളില്ലെങ്കിൽ ആ ദോഷം മാറും. നിങ്ങളെ പോലെ തന്നെയല്ലേ സച്ചി? എന്നിട്ട് അവൻ പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ ഈ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട്. എങ്കിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ കുടുംബസ്നേഹികളല്ലെന്ന് അച്ഛൻ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അച്ഛനെ എതിർക്കുന്നതും നിഷേധിക്കുന്നതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അച്ഛൻ കാണാതെ പോകാമെന്ന് വിചാരിച്ചതും. അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സന്ദീപേ, വാ.
അപ്പോ ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലേ കേറിയിട്ടില്ല. നിനക്കെന്നെ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു. വെറുതെ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കരുത്. എന്നെ നിനക്കറിയാലോ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിന്നോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതല്ലേ? എന്തിനീ നാടകം? ഒരിക്കൽ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയതല്ലേ? ഇത് അർച്ചനയുടെ പ്ലാൻ ആണെന്ന് നിനക്ക് എന്താ ഇതുവരെ മനസ്സിലാവാത്തത്? ആരുടെ പ്ലാൻ ആയാലും ഇതൊരു നല്ല കാര്യമാ. നെല്ലിശ്ശേരിയിലെ പൂജാമുറിക്ക് മുൻപിൽ ഞാൻ സ്നേഹയുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി മാല ഇടുന്നതോടെ സേതുമാധവന്റെ മരുമകൻ എന്ന് എന്റെ സ്ഥാനം ഉറയ്ക്കും. എന്നെ ചതിച്ചിട്ട് സേതുമാധവന്റെ മരുമകനായി എന്റെ മുന്നിൽ തന്നെ ഞെളിഞ്ഞു നിൽക്കാന്നാണോ നീ വിചാരിക്കുന്നത്? അവന്തികെ, ഇനിയെങ്കിലും നീ നന്നാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്കേ. അതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാ. തിരുമേനി, സമയായി. തുടങ്ങാം. തുടങ്ങാം. രണ്ടുപേരും അങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.